1990-കളിൽ പച്ചില പെട്രോൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കാം എന്ന് പറഞ്ഞ് രാമർ പിള്ള എന്നൊരാൾ ചില ക്ലെയിമുകളും ഒക്കെ നടത്തി വന്നിരുന്നു. അദ്ദേഹത്തിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ വളരെ മികച്ച രീതിയിൽ ഗവൺമെന്റ് ഈ പച്ചിലകൾ അല്ലെങ്കിൽ പോലും കരിമ്പിൽ നിന്നും ഊറ്റിയെടുക്കുന്ന ചില സത്തുകൾ ചേർത്ത് വാഹനം ഓടിക്കാമെന്ന് തെളിയിച്ച് വിജയിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് യുവസംരംഭകനും നിരവധി വാഹനങ്ങളുടെ ഉടമയുമായ സഹദ്, ദന്ത ഡോക്ടർ ഭോപ്പാലിൽ നിന്നും ബിമൽ, വാഹന പ്രേമിയും വാഹന കളക്ടർ എന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കേണ്ടി വരും, അൻവിനോ സിഗ്നി കോഴിക്കോട് നിന്നും, സിനിമാ എഴുത്തുകാരൻ, സംവിധായകൻ, ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ജുബിൻ ജേക്കബ്. എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. സോ അൻവിനോയിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളൊരു വാഹന കളക്ടർ എന്നുള്ള നിലയിലാണ് എനിക്കറിയാവുന്നത്. നിങ്ങളുടെ കയ്യിൽ അനവധി വാഹനങ്ങളുണ്ട്. അതായത് ക്ലാസിക് പീസുകൾ എന്ന് പറയാവുന്ന വാഹനങ്ങൾ വരെ നിങ്ങളുടെ കൈവശമുണ്ട്. അപ്പോ ഈ പുതിയ പെട്രോൾ താങ്ങാൻ കഴിയുന്ന വാഹനങ്ങൾ താങ്കളുടെ കൈവശമുണ്ടോ? അല്ലെങ്കിൽ ഈ പുതിയ പെട്രോൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ പഴയ വാഹനങ്ങൾക്ക് എന്ത് സംഭവിക്കും? അത് നമുക്ക് നിരത്തിലിറക്കാൻ കഴിയാത്ത അവസ്ഥയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്നെ സംബന്ധിച്ച് പുതിയ പെട്രോൾ അടിക്കാൻ പറ്റിയ ഒറ്റ വാഹനം പോലും എന്റെ കളക്ഷനിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുതിയ പെട്രോൾ അടിക്കാൻ വേണ്ടി പുതിയൊരു വാഹനം വാങ്ങിയ ഒരാളാണ്. എനിക്ക് വണ്ടിയില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ വാഹനം വാങ്ങി. E20 പെട്രോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ജിംനി വാങ്ങിയിട്ടാണ് ഞാൻ ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കളക്ഷനിലുള്ള എല്ലാ വാഹനങ്ങളും ഷെഡ് കയറ്റിയിട്ടിരിക്കുകയാണ്. അതില് ജിപ്സി മാത്രമാണ് ഞാൻ പുതിയ പെട്രോൾ അടിച്ചു നോക്കിയത്. അത് വലിയൊരു പണി കിട്ടി. ടാങ്ക് തുരുമ്പിച്ചു, അതിന്റെ കാർബറേറ്റർ കംപ്ലൈന്റ് ആയി, അത് റണ്ണിങ്ങിൽ നിന്നു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ആയി. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്തു. പക്ഷെ ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ചാല് ഒരു നല്ലൊരു എമൗണ്ട് ചെലവാക്കിയെങ്കിലും ഇനിയും ആ പ്രശ്നങ്ങൾ റിപ്പീറ്റ് ചെയ്യും. ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ അതേ പ്രോബ്ലംസ് എല്ലാം വീണ്ടും വരും. അപ്പോ 6 മാസം കൂടുമ്പോൾ വരുന്ന ഒരു പണിയാണ്. അതെ. അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാല് വാഹനത്തില് ഈ പുതിയ പെട്രോൾ അടിക്കാതെ ഷെഡ് കയറ്റി ഇടുക എന്നുള്ളതാണ് ഞാൻ കണ്ടത്. അല്ലാതെ വേറൊരു വഴി ഇതിനില്ല. കാരണം ഇത് എന്തെങ്കിലും അഡിറ്റീവ്സ് ചേർത്തിട്ട് ഒഴിവാക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല ഈ എഥനോൾ ചേർക്കുന്നത്. പിന്നെ എഥനോൾ ഇല്ലാതെ 100% പെട്രോള് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് അത് ഈസിലി അവൈലബിൾ അല്ല. കാരണം XP100 എന്ന് പറഞ്ഞ ഒരു പെട്രോൾ മാത്രമാണ് നിലവിൽ എന്റെ അറിവിൽ അത് 100% പെട്രോൾ കിട്ടുന്നത്. അതിന് 190 സംതിങ് വിലയുണ്ട്. അതിൽ നമുക്ക് 100% പെട്രോൾ കിട്ടും. ആ പെട്രോൾ ആണ് എന്നെ പോലുള്ള കളക്ഷനുള്ള ആളുകൾക്ക് വേണ്ടത്. കാരണം എന്നെ പോലെ കളക്ഷനുള്ള ആളുകൾക്ക് വണ്ടികൾ ഡെയിലി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ജീവൻ നിലനിർത്തിയാൽ മതി. ജീവൻ നിലനിർത്തണമെങ്കിൽ നല്ല ഇന്ധനം കിട്ടണം. അല്ലെങ്കിൽ അതിന്റെ ജീവൻ കളയുന്ന രീതിയിലേക്ക്. എന്റെ കയ്യിലുള്ള 8 മാരുതി കാറുകളുണ്ട്. 8 മാരുതി കാറുകളും കഴിഞ്ഞ ഒരു 4 വർഷത്തോളമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ്. കാരണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇന്റേണൽ എല്ലാം കംപ്ലൈന്റ്. ഇപ്പം ടാങ്കിലൊക്കെ ഞാൻ ഡീസൽ ഫില്ല് ചെയ്ത് അങ്ങനെ ഹൈബർനേഷനിൽ കിടക്കുകയാണ്. എന്നാണോ നല്ല പെട്രോൾ കിട്ടുന്നത്, അതിപ്പോ എവിടുന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ സംഘടിപ്പിച്ച് ഒഴിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാക്സ് അടച്ചിട്ട് ഈ ടെസ്റ്റ് ഒക്കെ തെറ്റി കിടക്കുകയാണ് വാഹനങ്ങൾ. അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. കളക്ഷനൊക്കെ നിർത്താനുള്ള സമയം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വെറുതെ വാഹനങ്ങൾ ഇവിടെ പൊടി പിടിച്ച് കിടന്നിട്ട് കാര്യമില്ല. അവർ റണ്ണിങ് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, അത് എല്ലാ ടെസ്റ്റുകളും പാസ്സാവണം. പക്ഷെ ഇപ്പൊ ഈ പുതിയ പെട്രോൾ അടിച്ചിട്ട് വാഹനങ്ങൾ കംപ്ലൈന്റ് വരുന്നുള്ളതുകൊണ്ട് എന്റെ ജിപ്സി അതിനൊരു ബലിയാടാണ്. ഇനിയിപ്പോ ജിപ്സിന്റെ കമ്പോണൻസ് ഇനിയും അടുത്ത് തന്നെ മാറ്റേണ്ടി വരും. ഇപ്പൊ റണ്ണിങ് ആണെങ്കിലും. അപ്പോൾ ഞാന് സ്കൂട്ടറുകളുണ്ട്, 2 സ്ട്രോക്ക് ഓട്ടോറിക്ഷ ഉണ്ട്, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. 40ഓളം വണ്ടികളുണ്ട്. ആ 40ഓളം വണ്ടികളും ഞാൻ നല്ലൊരു ഷെഡ് ഉണ്ടാക്കി അതിൽ മഴയും വെയിലും കൊള്ളാതെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ടാക്സ് അടയ്ക്കുന്നുണ്ട്. ബാക്കി റിന്യൂവൽ തെറ്റിയത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. റിന്യൂവൽ തെറ്റിയതിന് റണ്ണിങ് ആക്കി കാണിക്കണമല്ലോ റിന്യൂവലിന് കൊണ്ടുപോകുമ്പോൾ. അപ്പൊ പിന്നെ ഈ പെട്രോൾ വെച്ചിട്ട് എനിക്ക് അത് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ടാങ്ക് തുരുമ്പിക്കുക, പെട്രോൾ പോകുന്ന എല്ലാ ഭാഗങ്ങളിലും ഒരു ഓർഗാനിക് ആണല്ലോ മിക്സ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുതരം പൂപ്പല് പോലെയോ അല്ലെങ്കിൽ കാർബറേറ്ററിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഇങ്ങനെ അടിഞ്ഞു കൂടുന്നുണ്ട്. വണ്ടിക്ക് മിസ്സിങ് നിന്ന് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അത് റെഗുലർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ബൈക്കുകൾക്കൊന്നും അത്ര പ്രോബ്ലം വരുന്നില്ല. കാരണം സർക്കുലേഷൻ നല്ലോണം നടക്കുന്നുണ്ട്.
നമ്മുടെ നിർത്തിയിടുന്ന വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ടാങ്ക് തുരുമ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി പരിഹാരമായിട്ട് പ്ലാസ്റ്റിക് ടാങ്ക്, ഫൈബറിന്റെ ടാങ്കുകളൊക്കെ വരികയാണെങ്കിൽ നമുക്കത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടികൾക്കും ഫൈബറിന്റെ ടാങ്കുകളാണ്. കഴിഞ്ഞൊരു 5 വർഷത്തിന്റെ മുകളിലായിട്ട് മാരുതിയുടെ വണ്ടികൾക്കൊക്കെ ഫൈബറിന്റെ ടാങ്കാണ് വരുന്നത്. അതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഹോണ്ടന്റെ പഴയ കാറുകൾ 2009 മുതലുള്ള എല്ലാ വണ്ടികൾക്കും കമ്പാറ്റബിൾ ആയിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ പോലുള്ള കളക്ഷനുള്ള ആളുകൾക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഓൾറെഡി നിർത്തിയിടുമ്പോൾ തന്നെ വാഹനങ്ങൾക്ക് കംപ്ലൈന്റ് വരും. ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് വാഹനങ്ങൾക്ക് വേറെ കംപ്ലൈന്റ് വരും. അപ്പൊ വണ്ടി ഇതിനൊരു ഓടുമ്പോഴാണ് പരിഹാരം എന്ന് പണി പറഞ്ഞാൽ കിട്ടുന്നത്. ഓടുമ്പോഴാണ് പണി കിട്ടുന്നത്. ഓടാതിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാല് ബ്രേക്ക് ജാം ആയി പോവുക, അല്ലെങ്കിൽ മാസ്റ്റർ സിലിണ്ടർ കംപ്ലൈന്റ് ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ടയർ ഡാമേജ് ആവുക, അതൊക്കെ ഉള്ളൂ. ഈ ഓടിക്കുമ്പോൾ വരുന്ന ഈ പെട്രോൾ അടിച്ച് വരുന്ന കംപ്ലൈന്റിന്റെ ചെലവും നമ്മൾ ടയർ മാറ്റുന്നതും അല്ലെങ്കിൽ മാസ്റ്റർ സിലിണ്ടർ ബ്രേക്കിന്റെ റിപ്പയർ ചെയ്യുന്നതും നോക്കുമ്പോൾ അതാണ് ലാഭം. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടികൾ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ വണ്ടികൾക്ക് വേണ്ടിയിട്ട് എന്റെ താമസം മാറിയ ഒരാളാണ്. 2018-ലും 2019-ലും എന്റെ വീട് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിപ്പോയതാണ്. അതില് എല്ലാ വണ്ടികളും മുങ്ങിപ്പോയി. അതിനുശേഷം 2020-2021 സമയത്ത് ഞാൻ വെള്ളം ഇല്ലാത്തൊരു കുന്നിന്റെ മുകളിൽ പുതിയ വീടുണ്ടാക്കി. വീടിനെക്കാട്ടിലും സ്ക്വയർ ഫീറ്റ് വണ്ടികൾക്ക് വേണ്ടി ഒരു ഷെഡ് ഉണ്ടാക്കി അങ്ങോട്ട് മാറിയ ഒരാളാണ്. അപ്പം ഇനിയിപ്പം വണ്ടികളെ പതുക്കെ പതുക്കെ ഒഴിവാക്കിയാലോ എന്നൊരു ചിന്ത കൂടി വരുന്നുണ്ട്. പ്രായം കൂടി വരുന്നതിന്റെ ഒരു ലക്ഷണമായിരിക്കും അത്. പക്ഷേ വലിയ കളക്ഷൻ ഉണ്ടെങ്കിലും ഇതൊന്നും പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പം കിടക്കുന്നത്. നമുക്ക് ശുദ്ധമായ പെട്രോള് നമ്മൾ പണം കൂടുതൽ കൊടുത്താലും കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം ആളുകൾ അത് അടിക്കില്ല. പമ്പില് ആളുകൾ എപ്പോഴും വില കുറഞ്ഞത് പോയിട്ടേ അടിക്കുള്ളൂ. അപ്പോൾ 190 രൂപ കൊടുത്തിട്ട് അങ്ങനെയുള്ള ഫെരാരിയോ ലംബോർഗിനിയോ അങ്ങനെയുള്ള വണ്ടികൾക്ക് ഒക്ടേൻ കൂടിയ നല്ല പെട്രോൾ അടിക്കാൻ ആളുകൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാംഗ്ലൂരൊക്കെ ഇത് അവൈലബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിലുള്ളത് എനിക്ക് അതെ, അറിയില്ല എവിടെയാണ്. അപ്പോൾ നല്ല പെട്രോള് നമുക്ക് ഓപ്ഷനിലായിട്ടെങ്കിലും കിട്ടണം എന്നാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ ഓൺലൈനിലെങ്കിലും പാക്കറ്റിലാക്കിയിട്ട് നമ്മൾ ഓയിലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ വാങ്ങാൻ തയ്യാറാണ്. അല്ലാതെ പമ്പിൽ തന്നെ പോയിട്ട് വാങ്ങണം നമുക്ക് ഒരു നിർബന്ധവുമില്ല. എന്ത് ചെയ്യാനാണ് ഇപ്പം നമ്മുടെ ഇന്ധനം, അതായത് വാഹനങ്ങളുടെ ഭക്ഷണമാണ് ഇന്ധനം. ആ ഇന്ധനത്തിൽ ഇങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള അത് ഓരോന്ന് ചേർത്തിട്ട് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് 1 ലിറ്ററിൽ 200 ml ഈ ഇത് വരുന്നതുകൊണ്ട് വാഹനങ്ങളുടെ മൈലേജ് അത്രയും കുറയുന്നു. 20% മൈലേജും കുറയുന്നുണ്ട്. പിന്നെ ഇതേപോലുള്ള കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. ഇനി കമ്പനികൾ ഓരോ ഇപ്പം എൻഫീൽഡിന്റെ ബുള്ളറ്റിന് ഇപ്പോ E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള കാർബറേറ്റർ വന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ മാരുതിയും E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള പൈപ്പുകളും അങ്ങനെ ഇഞ്ചക്ടറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ കാർബറേറ്ററിന്റെ പഴയ വണ്ടികൾക്കൊന്നും, അത് EFI വാഹനങ്ങൾക്കാണ് ഇപ്പം മാരുതി കൊണ്ടുവന്നിരിക്കുന്നത്. കാർബറേറ്റർ വണ്ടിക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെയൊക്കെ പുറകിലുള്ള മെയിൻ ഇന്ത്യൻ കമ്പനികളിൽ ഒന്നാണ് മാരുതി. ഇതേപോലുള്ള കുറച്ച് കമ്പനികളോടും ഉണ്ട്. ഇവരെല്ലാരും കൂടിയാണ് ഇത് പ്ലാൻ ചെയ്ത് ഇറക്കുന്നത്. ഇനിയിപ്പോ ഫ്ലെക്സ് ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ട് 100% എഥനോള് വെച്ച് ഓടുന്ന വണ്ടിയും ഫസ്റ്റ് ഇറക്കിയത് മാരുതിയാണ്. അപ്പം നമ്മള് സർക്കാരിന് നമ്മള് കൃത്യമായിട്ട് ടാക്സും ഇൻഷുറൻസും അടച്ച് പെട്രോളിനും ആ ഒരു പകുതിയോളം ടാക്സ് അടച്ച് കൊണ്ടുനടക്കുന്ന നമുക്ക് വലിയൊരു പണിയാണ് വന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് ചർച്ച തുടരാം. ശരി. സഹദിന്റെ പേഴ്സണൽ വാഹനങ്ങൾ പെട്രോളും കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ ഡീസലുമാണ് അല്ലേ? അതിനകത്ത് എൻ്റെ കയ്യിലുള്ളത് 4 പിക്കപ്പും ഒരു കാറും ഒരു സ്കൂട്ടറുമാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് കാറും സ്കൂട്ടറും E20 ആണ്. പിക്കപ്പ് 2022 മോഡലാണ്. അതിൽ E20 പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുമെന്ന് ഡൗട്ടാണ്. കാരണം എന്ന് വെച്ചാൽ 2023 മുതലാണ് 4 വീലേഴ്സിൽ E20 സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയതെന്നാണ് എൻ്റെ അറിവ്. മാരുതിയിലൊക്കെ 23 മോഡൽ തൊട്ടാണ് E20 സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഫ്യൂവൽ ലൈൻസിന്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. വണ്ടി ഒരു 10,000-70,000 കിലോമീറ്റർ സർവീസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കയറ്റിയിരിക്കുവാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, മൈലേജും കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവർ ഗ്രാജുവൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ പുറത്ത് അനൗൺസ് ചെയ്യുന്നില്ല എങ്കിലും ഒരു 4C ചെയ്തിട്ട് ഇവര് ലൈൻസ് അതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, കമ്പോണൻസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആ വണ്ടിയിൽ പ്രത്യേകിച്ച്, അതാണ് എന്റെ കയ്യിരിക്കുന്ന ഏറ്റവും പഴയ പെട്രോൾ വണ്ടി. ബാക്കിയെല്ലാം 25-26 മോഡൽസ് ആണ്. പിന്നെ പിക്കപ്പ് ഡീസൽ ആയതുകൊണ്ട് ഇപ്പൊ ഡീസലിൽ ഇതുവരെ അവർ കൈവച്ചില്ല. കൈവച്ചാൽ ആദ്യം പണി കിട്ടുന്നത് എനിക്കായിരിക്കും. കാരണം ഒരെണ്ണം 13,
ഒരെണ്ണം 14, ഒരെണ്ണം 15, അങ്ങനെ കുറച്ച് പഴക്കമുള്ള വണ്ടികളാണ് കയ്യിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഡീസൽ ഉടനെ ഒരു അപ്ഡേഷൻ വന്നാലാണ് നമ്മളെപ്പോലെ കൊമേഴ്ഷ്യൽ ഓപ്പറേറ്റേഴ്സിന് ആദ്യം പണി കിട്ടുക. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു വാഹനം എന്ന് പറഞ്ഞപ്പോ ഈ കളക്ടറിന്റെ വിഷമം കേട്ടപ്പം സത്യം പറഞ്ഞാൽ ഞാൻ കോയമ്പത്തൂരൊക്കെ GD സ്കാർ മ്യൂസിയം ഒക്കെ ആ ഒരു എന്തൂസിയാസത്തിന്റെ പുറത്ത് പോയി കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അവര് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കണ്ട് അന്തിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് മാസ് മാർക്കറ്റിൽ അധികം പ്രൊഡക്ഷൻ പോലും ഇല്ലാതിരുന്ന വണ്ടികൾ പോലും അവര് അവിടെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടിട്ടുണ്ട്. അധികം നമ്മൾ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ. അപ്പൊ അത് പക്ഷെ കോടികളുടെ ബിസിനസ് ആണ്, അവർക്ക് കോടികളുടെ വരുമാനം ഉള്ള ടീമാണ്. പക്ഷെ ഇൻഡിവിജ്വൽ കളക്ടേഴ്സ് എങ്ങനെയാണ് ഒരു നാട്ടിൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ജനകീയമായ വാഹന കളക്ഷനുകൾ അടുത്ത തലമുറയ്ക്ക് എങ്ങനെ പകർന്നു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഹെറിറ്റേജ് ഓണേഴ്സിനെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണം. കാരണം ഇപ്പം അവര് അടുത്ത തലമുറ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. പിന്നെ അതുമല്ല, ഈ വാഹന ടെക്നോളജി എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമായിട്ടുള്ളൂ. ഇപ്പോഴേ നമ്മള് പഴയ വണ്ടികളെ മൊത്തം ഫേസ് ഔട്ട് ചെയ്യുന്ന ഒരു നയമാണ് സത്യം പറഞ്ഞ BS6 മുതൽ. സത്യം പറഞ്ഞാൽ BS6 മുമ്പ് ഈ ഭാരത് സ്റ്റേജ് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരായിരുന്നു പലരും. കാരണം അത് എന്തൊക്കെയോ ടെക്നിക്കൽ കാര്യങ്ങൾ അയാൾക്ക് കമ്പനികൾ എന്തൊക്കെയോ അപ്ഡേഷൻസ് വരുത്തും, നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള. BS6 മുതലാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ബാധിച്ചു തുടങ്ങിയത് ഫ്യൂവൽ പരിഷ്കരിക്കാൻ. ഈ ഫ്യൂവൽ പരിഷ്കരണം എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ആസ് എ വെഹിക്കിൾ യൂസർ ഒരു ഗുണവുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ടാക്സുകളെല്ലാം അതേപോലെ കൊടുക്കുന്നുണ്ട്. നമുക്ക് E20 വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൈലേജ് ഡ്രോപ്പ് 6% എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഈ 85 വരുമ്പോൾ ഇതൊരു 20% ഉള്ളത് നമുക്ക് മൈലേജ് കുറയും. അപ്പൊ നമ്മൾ അടിക്കുന്ന ഇപ്പം 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നതും അന്ന് 500 രൂപയ്ക്ക് തക്കവണ്ണം നമ്മൾ ഈ 85 അടിക്കേണ്ടി വരും. അതിന് വില ഇപ്പൊ ഡൽഹിയിൽ 82 രൂപയാണ് ഇന്ത്യൻ ഓയിൽ വിൽക്കുന്ന വില. പക്ഷെ ഇൻ എഫക്ട് നമ്മളൊരു വഴിക്ക് പോകണമെങ്കിൽ സെയിം എമൗണ്ട് തന്നെ അടിക്കേണ്ടിയും വരും, സെയിം എമൗണ്ടിന്റെ ടാക്സും ഗവൺമെന്റിന് കിട്ടും. ഇതിലെന്താണ് നമുക്ക് ആസ് എ കൺസ്യൂമർ നമുക്ക് ഒരു ഇതുമില്ല. ആകെ ഇതിനകത്ത് ഗവൺമെന്റിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് കുറയും, അത് ബാക്കിയുള്ള നാട്ടിലെ കർഷകർക്ക് ഗുണം ചെയ്യും എന്നൊക്കെയാണ്. അതിന്റെ വേറെ കുറെ കോൺസിക്വൻസസ് ഉണ്ട്, എല്ലാം കൂടെ ഞാൻ ഒറ്റ ഇതിൽ പറയുന്നില്ല. പക്ഷെ ഇതാണ് അല്ല, അതിൽ കോൺസ്പിറസി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഷെയർ മാർക്കറ്റിലൊക്കെ സ്ഥിരം കിടന്നു മറിയുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു പുതിയ തീരുമാനം വരുമ്പം ആദ്യം അത് റിഫ്ലക്ട് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ്, ആ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട്. ഇതിപ്പോ നിതിൻ ഗഡ്കരിയുടെ മക്കളുടെ കമ്പനി സിയാൻ ആഗ്രോ ഇൻഡസ്ട്രീസും മാനസും. അപ്പൊ ഈ സിയാൻ എന്ന് പറയുന്നത് അതിന്റെ വരുമാനം ക്വാർട്ടർലി റവന്യൂ 17 കോടിയിൽ നിന്ന് 510 കോടിയിലേക്കാണ് ജമ്പ് ചെയ്തത്. 40 രൂപയിൽ കിടന്ന ഷെയർ 1.5 വർഷം കൊണ്ട് 700 രൂപയ്ക്ക് മുകളിൽ പോയി. അപ്പൊ അതിന്റെ ഒരു എക്കണോമിക്സ് നമ്മൾ ചിന്തിക്കുമ്പോൾ 1000 ഷെയർ വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ 7 ലക്ഷം രൂപ ഒന്നും അറിയാതെ കൈയിരുന്നില്ലേ. 40,000 രൂപ. സ്റ്റോക്ക് മാർക്കറ്റിൽ വേറൊരു സംഗതിയുണ്ട്, അതായത് ഏതാണ് കേറുന്നത് എന്നുള്ളത് ഉള്ളിൽ. അല്ല, ഇതിപ്പോ ഓൾറെഡി മാരുതിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. മാരുതി ഇത്രയും നാൾ മുമ്പ് തന്നെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തി കൊണ്ടുവന്നിരുന്നു, കാരണം അവർക്ക് അറിയാമായിരുന്നു. ബട്ട് അതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്, അതായത് നമ്മളിപ്പോ 2018-ലോ 19-ലോ ഒരു വാഹനം വാങ്ങിയ ആള് അതിന്റെ ഒരു ഹാഫ് ലൈഫ് സൈക്കിൾ ആയിട്ടേ ഉള്ളൂ. അപ്പൊ അയാള് ഒരു ലോൺ എടുത്തൊരു വാഹനം മേടിച്ചു, 7 വർഷം 8 വർഷം ലോൺ ഇട്ട് മേടിച്ചു. അയാൾക്ക് എന്ത് സുരക്ഷയാണ് ഗവൺമെന്റും അല്ലെങ്കിൽ വാഹന കമ്പനികളും കൊടുക്കുന്നത്? വാഹന കമ്പനികൾക്ക് എപ്പോഴും മാസ് വോളിയത്തിൽ വാഹനങ്ങൾ വിറ്റുകൊണ്ടേയിരിക്കണം, അത് അവരുടെ ആവശ്യമാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വളരെ നാമമാത്രമായിട്ടുള്ള ഈ പറഞ്ഞ വെഹിക്കിൾ കളക്ടേഴ്സോ അല്ലെങ്കിൽ വണ്ടി മാറ്റാൻ ഗതിയില്ലാത്ത പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരോ ഒക്കെ ഇതിന് ബലിയാടായാലേ ഇവർക്ക് പുതിയ വണ്ടി വിൽക്കാൻ പറ്റൂ എന്നുള്ള ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ പ്രതിഷേധാർഹമാണ്. നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ പഴയ വെഹിക്കിൾ ഓണേഴ്സ് ഇങ്ങനെ പരേഡൊക്കെ നടത്തി, ഞങ്ങളുടെ കളക്ഷൻസ് സംരക്ഷിക്കണം, അതിന് വേണ്ടിയിട്ട് ഒത്തിരി അവര് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രതിഷേധങ്ങൾ നടത്തി. പക്ഷെ ഇതൊരു മാസ് പ്രതിഷേധം ആവേണ്ടതാണ് ഇന്ത്യയിൽ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജുഗാഡ് വണ്ടികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഏഷ്യയിൽ. ജുഗാഡ് വണ്ടികൾ എന്ന് വെച്ചാൽ ഒരു എഞ്ചിൻ എടുത്ത് വെച്ചിട്ട് വേറെ വണ്ടിയുടെ പാർട്സ് ഒക്കെ എടുത്ത് വെച്ച് കെട്ടിപ്പൂട്ടി ഒരു വണ്ടിയാക്കി ടില്ലർ എഞ്ചിൻ വെച്ചിട്ട് ഒരു 10 പേരെയൊക്കെ ഇരുത്തിക്കൊണ്ട് ട്രിപ്പ് അടിക്കുന്ന ഇടപാടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ എന്തുകൊണ്ട് ജനങ്ങൾക്ക് പണ്ട് പെട്രോളിന് 1 രൂപ കൂടി കഴിഞ്ഞാൽ ഹർത്താൽ വന്ന സമയങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഹർത്താലും ഇല്ല, ഇപ്പൊ ആർക്കും അതെടുത്ത് തുറന്ന് പറയാനും താല്പര്യമില്ല. കാരണം അത്രയും വലിയ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഇപ്പൊ സംഭവിക്കുന്നത്.
ഈ പ്രതികരണത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു, ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ ചെയ്യും എന്നുള്ള ഇത് രീതിയിലാണ് ഗവൺമെന്റ് ഞാനത് മുന്നോട്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 10 രൂപ പെട്രോളിന് കൂടിയ സമയത്ത് ഒരു സ്ത്രീയോട് ഒരു മാധ്യമപ്രവർത്തകൻ ബൈറ്റ് എടുക്കുവാണ്, ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്താ പറയാനുള്ളത്. അത് ഗവൺമെന്റിന്റെ ഓരോ പോളിസി അല്ലേ എന്ന്. ഗവൺമെന്റിന്റെ ഓരോ പോളിസി അല്ലേ എന്ന് പറഞ്ഞാൽ അത് അവരതിനെ അത് അംഗീകരിച്ച്. കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സമൂഹത്തിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രതികരണശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല, ഈ കൺസ്യൂമേഴ്സിന്. ഗവൺമെന്റ് എന്ന് പറയുന്നത് അതിന് എന്താണ്? നമ്മൾക്ക് വേണ്ടി നമ്മളതിൽ ഉണ്ടാക്കിയതല്ലേ. എന്നിട്ട് അതിനകത്ത് ഒരു തീരുമാനം വരുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലെന്ന് പറയുക. അന്നേരം അത് നമ്മൾ തൽക്കാലം അതിനുള്ള അവകാശം നമുക്കില്ല എന്നാണ് തോന്നുന്നത്. അതെ അതെ അതെല്ലാരും അക്സെപ്റ്റ് ചെയ്ത്. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെയുള്ള ചർച്ചകളെ ഉള്ളൂ കുറച്ചെങ്കിലും. അതെ അതെ, ഞാൻ ജുബിൻ സാറിലേക്ക് വരാം. ജുബിൻ സാർ ഒരു വർഷങ്ങൾ പ്രവർത്തന പരിചയമുള്ള ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ, ഓട്ടോ ജേർണലിസ്റ്റുമാണ്. അപ്പൊ ഈ പെട്രോളിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇപ്പോ സഹദ് പറയുകയുണ്ടായി, ഭാരത് 6 വന്നപ്പോൾ മുതലാണ് നമുക്ക് പ്രശ്നം ഉണ്ടായത്. നമ്മൾ യൂറോ സ്റ്റാൻഡേർഡ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഭാരത് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡിലേക്ക് മാറുകയും അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചരിത്രം, അതിന്റെ ഹിസ്റ്ററി, എന്തിന് പെട്രോളിൽ നമ്മൾ മായം എന്ന് പറയാൻ പറ്റുമെന്നറിയില്ലെങ്കിലും എന്തിന് നമ്മൾ മായം ചേർക്കുന്നു, ഇതുകൊണ്ട് എന്താണ് ഗുണം, അതോ ഗുണങ്ങൾ ഉണ്ടോ? ജുബിൻ സാറിനെ വിളിക്കുകയാണ്. ഇത് പറയുകയാണെങ്കിൽ പെട്രോളിന്റെ ഇവിടുത്തെ ഇന്ത്യയിലെ ചരിത്രം മുതൽ പറയേണ്ടി വരും. ഇതില് മായം എന്ന് പറഞ്ഞ കുറച്ചു മുമ്പ് അൻവിനോട്ട് ഞാൻ സംസാരിച്ചപ്പം അൻവിന പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ E85 പെട്രോൾ പോലുള്ള ഫ്യൂവൽ ഉപയോഗിച്ച് എന്തെങ്കിലും കാറ്റാസ്ട്രോഫിക് ഡാമേജ് എന്തിനു സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനികൾ അതിനുള്ള ഇൻഷുറൻസ് അല്ലെങ്കിൽ വാറണ്ടി ഡിനേ ചെയ്യുന്നു. കാരണം ഫ്യൂവലിലെ അഡൾട്രേഷൻ കാരണമാണ് സംഭവിച്ചതെന്നാണ് അവർ അതിനെ കൊടുക്കുന്ന വിശദീകരണം. അപ്പം ഇതിനാരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഇല്ലാത്തൊരു സാഹചര്യമാണ് വരുന്നത്. അപ്പം ഇന്ത്യയിൽ നമുക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന ഫ്യൂവൽ ഒരു 2000 വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ അന്നൊക്കെ നമ്മുടെ പമ്പില് സാധാരണ പെട്രോൾ വരുന്നു. ഒരു 2000 ആകുന്ന സമയത്ത്, അന്നാണ് ഈ ഭാരത് സ്റ്റേജ് 1 വരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് വ്യക്തമായിട്ടൊരു മാറ്റം ഉണ്ടാകുന്നത് ഈ പമ്പിലെ ഡിസ്പെൻസറിൽ ഒരു പുതിയ ലേബലാണ് പ്രത്യക്ഷപ്പെടുന്നത്, അൺലെഡഡ്. ഇപ്പൊ അത് കാണാനില്ല. അൺലെഡഡ് എന്ന് പറഞ്ഞാൽ ഈ പെട്രോളിനകത്ത് 0.8 to 1% ലെഡ് ചേർക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വാഹനങ്ങളിലെ ഈ നോക്കിങ് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെറിയ ലൂബ്രിക്കേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചേർത്തിരുന്നത്. അത് എമിഷൻസ് വരുമ്പം ആ ലെഡ് പാർട്ടിക്കിൾസ് അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ കണക്കിലെടുത്താണ് അൺലെഡഡ് ഫ്യൂവൽ ആക്കുന്നതും. അതിനുശേഷം BMT എന്നൊക്കെ പറയുന്ന ഈ ബൈമീഥൈൽ ടെർഷറി ഈഥർ എന്ന് പറയുന്ന അഡിറ്റീവ്സ് ചേർക്കാൻ തുടങ്ങുന്നത്. പക്ഷെ അത് ഇന്ന് വരെ എത്ര ശതമാനമാണ് ചേർത്തിരുന്നതെന്ന് ഇവിടുത്തെ ഓയിൽ കമ്പനികളോ പെട്രോളിയം മന്ത്രാലയമോ കണക്കുകൾ വ്യക്തമായിട്ട് പുറത്തുവിട്ടിട്ടില്ല. അങ്ങനത്തെ കണക്കുകൾ പബ്ലിക്കിന് അവൈലബിൾ അല്ല, അതാണ് ഒരു വാസ്തവം. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ അവൈലബിൾ ആയിരുന്ന പെട്രോള് 91 ഒക്ടൈനുള്ള ഫ്യൂവല്, അത് അതേ രീതിയിൽ തന്നെ അതിന്റെ ഒക്ടൈൻ നമ്പർ ഈ E85 നിലനിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വളരെ സംശയമാണ്. കാരണം എത്തനോളിന്റെ ഒക്ടൈൻ നമ്പർ 90, 95, 98 എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വേരി ചെയ്തില്ല, ഒരിക്കലും അത് കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ അത് ചേർക്കുന്ന പെട്രോളിനും ഈ പറഞ്ഞ കോൺസ്റ്റന്റ് ആയിട്ടൊരു ഒക്ടൈൻ നമ്പർ ഇല്ലാത്ത അവസ്ഥയാണ് വരുന്നത്. ഇതൊന്നും ആരും പറയുന്നില്ല. ഇത് മിക്സ് ചെയ്യുമ്പം എത്തനോളിന് ഒക്ടൈൻ കൂടുതലായതുകൊണ്ട് ഒക്ടൈൻ വാല്യൂ കുറഞ്ഞ പെട്രോള് റിഫൈനറീസ് തന്നെ ചേർക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതൊന്നും ആരും പരിശോധിക്കാനോ വിശദമായിട്ടുള്ള ലാബ് ടെസ്റ്റ് നടത്താനോ ഉള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പബ്ലിക്കിന്, ജനറൽ പബ്ലിക്കിന് ഒരിക്കലും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതേപ്പറ്റി ആർക്കും സംസാരിക്കാനോ ആധികാരികമായിട്ടൊരു വിവരം കൊടുക്കാനോ പറ്റില്ല. ഇവിടെ വാഹനങ്ങളുടെ ചരിത്രം, വാഹന രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ നാട്ടിലൊരു 2005 സമയമൊക്കെ ആയപ്പോൾ ഏകദേശം 2 സ്ട്രോക്ക് വാഹനങ്ങൾ ഏകദേശം പൂർണ്ണമായിട്ടും ഫേസ് ഔട്ട് ആകുന്ന ഒരവസ്ഥയെത്തി. അത് പ്രൊഡക്ഷൻ നിർത്തി. 2015 വരെ ഏകദേശം നിലനിന്നത് ബജാജിന്റെ 2 സ്ട്രോക്ക് ഓട്ടോ മാത്രമാണ്. അത് ഫ്യൂവൽ ഇഞ്ചക്ഷനും മറ്റു ചെറിയ മാറ്റങ്ങളും
കാറ്റലിറ്റിക് കൺവേർട്ടറൊക്കെ കൊണ്ടുവന്ന് അവർ ആ ഒരു സമയം വരെ പിടിച്ചു നിന്നു. അതാണ് എനിക്ക് തോന്നുന്നത് അവസാനമായിട്ട് ഓട്ടോമോട്ടീവ് സെക്ടറിൽ വരുന്ന ടൂ സ്ട്രോക്ക് എഞ്ചിൻ. ഇനി ഈ ടൂ സ്ട്രോക്ക് എഞ്ചിൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ നിർത്തി എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സോക്കോൾഡ് പരിസ്ഥിതിവാദികൾ പറയും അത് പൊല്യൂഷൻ കൂടുതലായിരുന്നു, ഭയങ്കരമായിട്ട് പുക വരുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ മറ്റൊരു കണക്ക് പറഞ്ഞാൽ ഇവിടുത്തെ അന്തരീക്ഷ മലിനീകരണം, ഇവിടുത്തെ എയർ പൊല്യൂഷന്റെ കോൺട്രിബ്യൂഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം ഒരു 17% മാത്രമേ, അല്ലെങ്കിൽ 17 to 20% മാത്രമേ വാഹനങ്ങളിൽ നിന്നുള്ള പൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റു പലതും ഇൻഡസ്ട്രീസ് അതുപോലെയുള്ള ഒരുപാട് കോൺട്രിബ്യൂട്ടിങ് എലമെന്റ്സ് വേറെ ഉണ്ട്. അതിനൊക്കെയാണ് ഭൂരിപക്ഷം വരുന്നത്. പക്ഷെ ഇതെല്ലാം വളരെ സൗകര്യപൂർവ്വം വളച്ചൊടിച്ച് നമ്മുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പോലുള്ള കുറെ നിർഗുണന്മാർ ഡൽഹിയിലിരിപ്പുണ്ട്. അവന്മാർ അവിടെ നിന്ന് ഉണ്ടാക്കി വിടുന്ന കണക്കുകളും കാര്യങ്ങളും അനുസരിച്ചാണ്. അതിനകത്ത് ഒരു പുതിയ ടെർമിനോളജി കൂടി വന്നിട്ടുണ്ട്, ടെയിൽ പൈപ്പ് എമിഷൻ. നമ്മൾ മുമ്പ് അധികം കേട്ടിട്ടില്ല ടെയിൽ പൈപ്പ് എമിഷൻ. അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രിക് കാർ ഇറങ്ങുമ്പോൾ അതിനുണ്ടാകുന്ന പൊല്യൂഷനും പിന്നെ തെർമൽ പവർ പ്ലാന്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുമ്പോൾ പൊല്യൂഷനും പാടെ ക്യാൻസൽ ചെയ്തിട്ട് ടെയിൽ പൈപ്പ് എമിഷൻ 0 ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. അതിനകത്താണ് ഈ പഴയ വണ്ടികളെ പ്രതിക്കൂട്ടിലാക്കുന്നത് അല്ലേ? ഈ ഡൽഹി NCRലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അത് ഈ അടുത്ത കാലത്ത് ഒരു രസകരമായ സംഭവം ഉണ്ടായി. മെർസിഡസ് ബെൻസ് അവരുടെ പുതിയ ഡീസൽ വാഹനം കൊണ്ടുവന്നപ്പോൾ ആ വാഹനത്തിൽ നിന്ന് വരുന്ന ടെയിൽ പൈപ്പ് എമിഷന് ഡൽഹി NCRലെ AQIയും വെച്ച് കമ്പയർ ചെയ്തപ്പം ബെൻസിന്റെ ടെയിൽ പൈപ്പിൽ നിന്ന് വരുന്ന വായുവാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. ശ്വസിക്കാൻ നല്ലത്. ഇതാണ് ഈ രാജ്യത്തെ അവസ്ഥ. ഡൽഹി NCRൽ എന്തുകൊണ്ട് സ്മോഗ് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇത്രയധികം പൊല്യൂഷൻ വരുന്നു, നാട്ടുകാർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് പറയും അത് വാഹനങ്ങളുടെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല. ഡൽഹി NCRനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്ത് ഉള്ള ഇൻഡസ്ട്രീസ് അത് തന്നെ. അതിന്റെ വാട്ടർ പൊല്യൂഷൻ സംസാരിക്കേണ്ട വേറൊരു വിഷയമാണ്. ഇപ്പം യമുനയുടെ അതുപോലുള്ള നദികളുടെ അവസ്ഥ നോക്കിയാൽ മതി. എന്തുമാത്രം കണ്ടാമിനേറ്റഡ് ആണ് അവിടുത്തെ വാട്ടർ ബോഡീസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ. വേസ്റ്റ് മാനേജ്മെന്റ് എന്ന സംഭവത്തെ പറ്റി ഇവരാരും ചിന്തിക്കുന്നില്ല. ഇപ്പോഴും ഏറ്റവും അധികം പെട്ടെന്ന് തന്നെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നത് അസംഘടിതമായ മേഖലയായ വാഹനത്തിന്റെ ഇൻഡസ്ട്രിയിലാണ്. വാഹന OEMs എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ വാഹനം വിൽക്കണം. അപ്പൊ ഗവൺമെന്റ് പറയുന്നത് എന്തും കേട്ടേ പറ്റുള്ളൂ. കൺസ്യൂമറിന്റെ ഇഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ OEMs പോകുന്നത്. കാരണം അവർക്ക് ഗവൺമെന്റിന്റെ മുന്നിൽ കുനിഞ്ഞു നിന്നേ പറ്റത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. ഈ ഡൽഹി കണക്കും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ രാജ്യത്തെ മുഴുവൻ നിയമങ്ങളും ഈ ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ടാക്കുന്നത്. ഡൽഹിയില് അത്രയും വലിയൊരു നഗരത്തില് ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ചുറ്റുപാടും കിടക്കുന്ന സ്ഥലങ്ങളിലെ ഇൻഡസ്ട്രി മുതല് പാടങ്ങളിലെ കൊയ്ത്ത് കഴിഞ്ഞ് അവിടുത്തെ വൈക്കോലിട്ട് കത്തിക്കുന്നത് വരെ പാടങ്ങൾക്ക് തീയിടുന്നൊരു സമ്പ്രദായമുണ്ട്. അത് മാസങ്ങൾ നിന്ന് കത്തും. ഇതാരും നിയന്ത്രിക്കാനൊന്നുമില്ല. കത്തി ഒരു സൈഡിൽ കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പുക മുഴുവൻ പോകുന്നത് ഈ സിറ്റി അടക്കമുള്ള സ്ഥലങ്ങളുടെ അന്തരീക്ഷത്തിലാണ്. അപ്പോൾ അത്രയും പൊല്യൂട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് ആ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പം അതും കൂടി വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് പൊല്യൂഷന്റെ സംഭാവനയായിട്ട് എഴുതി ചേർത്ത് അതിന്റെ അക്കൗണ്ടിൽ എഴുതി വാഹനങ്ങളെ പഴിക്കാനാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഡൽഹിയിലെ ഈ എമാന്മാർ, ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും പിന്നെ അതിന്റെ ചുവട് പിടിച്ച് പ്രവർത്തിക്കുന്ന കുറെ NGOസും ഒക്കെ, അവർക്കൊക്കെ ഇപ്പോഴും ഞാൻ റീസെന്റ് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ നാട്ടിലെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു എലീറ്റിസ്റ്റ് മനോഭാവമുണ്ട്. അതായത് ഞങ്ങളാണ് ഇപ്പോൾ ഈ ഭൂമിയെ ഇങ്ങനെ ഉരുണ്ട രീതി പിടിച്ചു നിർത്തിയേക്കുന്നത്, ഇല്ലെങ്കിൽ ഈ ഉണ്ട മുഴത്തിൽ ചെതറി പോകുന്ന രീതിയിലാണ് അവരുടെ ഒരു ഭാവം. അവർ വാഹനം ഓടിച്ചോണ്ടിരുന്നത് കണ്ടോടാ ഞാനാണ് സേവിയർ ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിലാണ് വരുന്നത്. പക്ഷെ യുവന്മാർ ഉപയോഗിക്കുന്ന ഈ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഉണ്ടാക്കാൻ എത്രത്തോളം കാർബൺ ഫുട് പ്രിന്റ് അല്ലെങ്കിൽ എത്രത്തോളം പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കണക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പെട്രോൾ വാഹനം അല്ലെങ്കിൽ ഒരു IC എഞ്ചിനുള്ള ഒരു വാഹനം 15 വർഷം അല്ലെങ്കിൽ അതിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം കൊണ്ട് ഉണ്ടാക്കാവുന്നതിനേക്കാൾ കൂടുതലാണ്
ഇതിന്റെ ബാറ്ററിക്ക് മാത്രമായിട്ട് ബാറ്ററി. അതിന്റെ പ്രൊഡക്ഷന് വേണ്ടി ചെലവാക്കുന്ന കാര്യങ്ങൾ. ഇനി അത് മാത്രമല്ല, പലരും EV ഭയങ്കര പരിസ്ഥിതി സൗഹാർദ്ദപരമാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുമ്പോഴും ഇതിന്റെ മറ്റു പ്രശ്നങ്ങൾ ഇപ്പൊ റീസെന്റ് വലിയ ചർച്ചകൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഒരു പഴയ ചൈനീസ് ഫോൺ വിൽക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭീകരമായ ഡിപ്രീസിയേഷൻ ആണ് EV വാഹനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ടയറിനുണ്ടാകുന്ന ഭീകരമായ ചെലവ്. പിന്നെ ഈ പെട്രോൾ അടിക്കണ്ട എന്നൊരു ലാഭം മാത്രമല്ല, ബാക്കി ഒരു വാഹനത്തിന് വേണ്ടി വരുന്ന എല്ലാ മെയിൻ്റനൻസും ഇലക്ട്രിക് വാഹനങ്ങൾക്കും വേണം. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആണ് പലരും ഈ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ തള്ളിപ്പറയുന്നതും അത് ഉപയോഗിക്കുന്നവരെ ഇപ്പൊ രാജ്യദ്രോഹിയാക്കുന്ന ഒരു പുതിയ സമ്പ്രദായത്തിന് തുടക്കമിട്ടിട്ടുമുണ്ട്. ഇതിനകത്ത് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യട്ടെ. രാജ്യദ്രോഹ അതായത് EVക്കകത്ത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഞാൻ എന്റെ വണ്ടി മേടിക്കുന്നതിന് മുമ്പേ ഒരു കമ്പാരിസൺ നടത്തി. അതായത് എന്റെ മാസത്തിലൊരു റണ്ണിങ് എന്ന് പറയുന്നത് 2000 കിലോമീറ്റർ അടുപ്പിച്ച് വരും. അപ്പൊ ഞാനൊരു കമ്പാരിസൺ നടത്തി. ഒരു എൻട്രി ലെവൽ EVയും ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയും തമ്മിൽ നോക്കിയപ്പോൾ 15 വർഷത്തെ ലൈഫ് ടൈം പീരീഡ് ആണല്ലോ നമ്മൾ എപ്പോഴും ടാക്സ് അടയ്ക്കുന്നതും. അതാണ് നമ്മൾ വണ്ടിയുടെ ഒരു കാലയളവായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഈ 15 വർഷത്തിനകത്ത് ഒരു ഈ എൻട്രി ലെവൽ എന്ന് ഞാൻ പറയുന്നത് 7 ലക്ഷം രൂപ വരുന്ന ഒരു EV കാറും 7 ലക്ഷം രൂപ വരുന്ന ഒരു പെട്രോൾ കാറും 15 വർഷം ഓടിക്കഴിഞ്ഞാൽ അതിന്റെ കാർബൺ ഫുട് പ്രിന്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ടൺ 3 ടൺ ഡിഫറൻസേ ഉള്ളൂ. അല്ല, ഇതിനാണ് ഇവര് സേവിയർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ അടിസ്ഥാന ഫ്രം ദ സ്ക്രാച്ച് ഒരു പെട്രോൾ കാർ ഇറങ്ങി വരുമ്പോൾ 6 ടണ്ണാണ് അതിന്റെ മാനുഫാക്ചറിങ്ങിലുള്ള ഈ കാർബൺ ഫുട് പ്രിന്റ് വരുന്നത്. അതായത് EV ആകുമ്പോൾ അതിന്റെ നേരെ ഡബിളാ വരുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ബാറ്ററി ഉണ്ടാക്കാനായിട്ട് ഒരു പെട്രോൾ കാർ ഉണ്ടാക്കുന്ന അത്രയും പൊല്യൂട്ടൻസും അത്രയും കാർബണും ഇവിടെ എമിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് കൂടാതെ ഈ പറഞ്ഞ നമ്മൾ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസിൽ നിന്ന് കറണ്ട് എടുക്കുമ്പോൾ ഉണ്ടാകുന്നത് വേറെ. നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിലാണ് കമ്പയർ ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ഈ നാമമാത്രമായിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറയുമ്പോൾ പുക വരുന്നില്ല. അതാണ് വ്യത്യാസം. ഇതില് വേറെ ഈ പറഞ്ഞ ടെയിൽ പൈപ്പ് എമിഷൻ വെച്ച് മാത്രമാണ് EVs ക്ലീനർ ആയിട്ട് ഇവർ കണക്കാക്കുന്നത്. EVയിലുണ്ടാകുന്ന പൊല്യൂട്ടൻസ് വേറെ ഉണ്ട്. ഈ പറഞ്ഞ ടയർ ബേൺ ആകുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂട്ടൻസ് ഉണ്ട്. അതിനകത്ത് ഒരു കൺവെൻഷണൽ ബാറ്ററി വേറെ യൂസ് ചെയ്യുന്നുണ്ട്, അതറിയാവോ? ഈ എല്ലാ EVക്കും അതിന്റെ അകത്തിരിക്കുന്ന അതിന്റെ പവർ സപ്ലൈ ബാറ്ററി അല്ലാതെ ഒരു സാധാരണ ബാറ്ററി, അതായത് നമ്മുടെ കാറുകളിലേക്ക് ഇരിക്കുന്ന ഒരു സാധാരണ എക്സൈഡിന്റെ പോലെ ഒരു 60 ആംപിയർ ഒക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു ബാറ്ററി ഉണ്ടാവാറുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹെഡ്ലൈറ്റ് അതുപോലെ ലൈറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓക്സിലറി പവർ സപ്ലൈ പോലെ കൊടുത്തേക്കുന്നതാണ്. ആ ബാറ്ററി ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സാധാരണ ലെഡ് ആസിഡ് ബാറ്ററി തന്നെയാണ്. അതിനകത്തുനിന്നുണ്ടാകുന്ന ആസിഡ് എക്സ്ഫ്യൂംസ് അത് ഒരു പൊല്യൂട്ടന്റ് ആണ്. അതൊന്നും ആരും കണക്കാക്കുന്നില്ല. അപ്പം ഇതുപോലെ തന്നെ ഇതിന്റെ കൂളന്റ്, ഇതിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങള്, കൂളിംഗ് സിസ്റ്റം, അതിന്റെയൊക്കെ വേറെ വേറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആരും കണക്ക് കൂട്ടത്തില്ല. അല്ലെ EV സീറോ എമിഷൻസ് എന്നാണ് എപ്പോഴും പറയുന്നത്. ഒരു നിമിഷം ജുവൻ സാർ, ആൻമിനോ. അതായത് ഈ പരിസ്ഥിതിനെ സംരക്ഷിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാഹനം ഇറങ്ങുകയാണെങ്കിൽ അത് 3-4 തലമുറ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വീണ്ടും വീണ്ടും വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഒരു കാർ ഉണ്ടാക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമുണ്ട് എന്നുള്ളൊരു ഇത് കേട്ടിട്ടുണ്ട്. അതേപോലെ ഒരു കാർ ഉണ്ടാക്കണമെങ്കിൽ മണ്ണിൽ നിന്ന് എടുക്കുന്ന അലൂമിനിയം, പിന്നെ ഇരുമ്പും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മണ്ണിൽ നിന്ന് എടുത്തിട്ട് വേണം ഒരു കാർ ഉണ്ടാക്കാൻ. വേസ്റ്റ്, പിന്നെ സ്ക്രാപ്പ് സാധനങ്ങൾ എടുത്തിട്ട് കാർ ഉണ്ടാക്കുന്ന കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള ഇരുമ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. അപ്പം ഒരു വാഹനം ഒരു 3-4 തലമുറയ്ക്ക് ഉപയോഗിക്കാവുന്ന ക്വാളിറ്റിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ആദ്യം വേണ്ടത്. പിന്നെ ഈ പെട്രോളും ഡീസലും കത്തിക്കുന്നത് നമ്മുടെ കാറുകൾ, ജീപ്പുകൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനറേറ്ററുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ മൊബൈൽ ടവറുകൾക്കൊക്കെ ജനറേറ്ററുകളുണ്ട്. വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾക്കൊക്കെ ജനറേറ്റർ ഉണ്ട്. അതിന്റെ ഒന്നും പൊല്യൂഷൻ ചെക്കിങ്ങോ അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും പിന്നെ ഈ BS6 ആണോ അതൊന്നും ആരും നോക്കുന്നില്ല. ഇത്രയും കാലമുള്ളത് ഇല്ലെങ്കിലും ഇനി പുതിയതിന് ചിലപ്പം എന്തെങ്കിലും ഒരു ഗ്രേഡ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും. എന്നാലും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനറേറ്ററുകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കറണ്ട് തീരെ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ 24 hours ജനറേറ്ററുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പൊല്യൂഷനാണ്. അതൊന്നും ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറഞ്ഞ സംഭവം വരുന്നില്ലല്ലോ. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ടാക്കണമെങ്കിൽ അതിൽ ഇന്ധനം കത്തിക്കുക തന്നെ വേണം. അതേപോലെ നമ്മള് പണ്ട് കാലത്ത് കാറുകൾ ഉണ്ടാക്കിയിരുന്നത് എഞ്ചിനീയർമാർ ആണ്. ഇപ്പൊ ഉണ്ടാക്കുന്നത് അക്കൗണ്ടന്റുമാരാണെന്ന് പറയുന്ന ഒരു, അതായത്
ഒരു വാഹനം എത്ര കാലം ഓടണം എന്ന് തീരുമാനിച്ചിട്ട് ഇറക്കുന്നതല്ല അന്നത്തെ വാഹനങ്ങൾ. കാരണം അന്നത്തെ കാലത്ത് ഇതിന്റെ മെയിന്റനൻസ്, സർവീസ്, സ്പെയർ പാർട്സ് ഒക്കെ ബുദ്ധിമുട്ടുള്ള കാലത്താണ്. ഉദാഹരണത്തിന് ഒരു ജീപ്പ് ആണെങ്കിലും ജീപ്പ് 3 4 തലമുറയ്ക്ക് ഉപയോഗിക്കാം. എന്റെ കയ്യിലുണ്ട് 45 വയസ്സുള്ള ജീപ്പ്. എത്ര തലമുറ ഉപയോഗിച്ചാൽ എനിക്കറിയില്ല. എന്റെ കാലത്ത് നിന്ന് ഞാനത് റീസ്റ്റോർ ചെയ്ത് കയ്യിലുണ്ട്. ഇത് ജീപ്പ് പോലുള്ള വാഹനങ്ങളൊക്കെ മതി. ശരിക്കും ഒരു ഒരു വീട്ടിലെ ആവശ്യത്തിന് ഒരു ജീപ്പോ അല്ലെങ്കിൽ ഒരു മാരുതി കാറോ മതി. അത് ഒരു 2 3 തലമുറയ്ക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാലം നമ്മൾ അങ്ങനെയാ ചെയ്തിരുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ഈ പഴയ വാഹനങ്ങളൊക്കെ എന്തെങ്കിലും പുറത്തിറക്കുന്നപ്പോ ഞാൻ ജീപ്പും ജിപ്സിയും പഴയ വണ്ടികളാണെങ്കിലും ഞാനത് ഉപയോഗിക്കുന്നുണ്ട്, റെഗുലർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ജീപ്പ് ഇപ്പം ആളുകളുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് തന്നെ മാറിപ്പോയി ഈ പ്രചരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ജീപ്പ് എത്ര പ്രായം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ 84 മോഡലാണെന്ന് പറഞ്ഞപ്പോ, അല്ല ഇതിനൊക്കെ ഇപ്പൊ ടെസ്റ്റ് കിട്ടുമോ, ഇതൊക്കെ പൊല്യൂഷൻ കൂടുതലല്ലേ എന്നുള്ളൊരു ഒരു ഒരു ചോദ്യം. അത് ആ ഒരു ലെവലിലേക്ക് പോയി. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ നാട്ടിലിപ്പോ റണ്ണിങ് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 99% പുതിയ വാഹനങ്ങളാണ്. പഴയ വാഹനങ്ങൾ നിവൃത്തികേട് കൊണ്ടും അല്ലെങ്കിൽ എന്നെ പോലുള്ള കളക്ഷൻസ് ഉള്ളവരും മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ആളുകൾക്ക് പ്രതികരണ ശേഷി ഇല്ലാത്ത കാര്യം നേരത്തെ ചർച്ച ചെയ്തല്ലോ. ആളുകൾക്ക് പ്രതികരണ ശേഷിയൊക്കെ പോയി, അവരുടെയൊക്കെ മനസ്സ് ബ്രെയിൻ വാഷ് ചെയ്തു കളഞ്ഞു. ഇപ്പൊ ഇലക്ട്രിക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിന്റെ കൂടെ സോളാർ വെച്ചാൽ അത് അതിലും വലുതാണ്. നമ്മുടെ ഒരു പ്രശസ്തനായ ഒരു ഒരു ആളുണ്ടല്ലോ, ഈ സോളാറിന്റെ കാറും എന്റെ ജിമ്നിക്ക് മൈലേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സോളാറിന്റെ കാർ എടുത്തു എന്ന് പറയുന്ന, സോളാറിന്റെ കാറല്ല ഇലക്ട്രിക് കാർ എടുത്തു എന്ന് പറയുന്ന ഒരു സോ കോൾഡ് ഓട്ടോ ജേർണലിസ്റ്റ് ഉണ്ട്. ഈ ജുബിൻ ചേട്ടനല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് കാർ വാങ്ങിയിട്ട് അതിന്റെ കൂടെ സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് ഓടിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സോളാർ വെച്ചിട്ട് ഫ്രീ ആയിട്ടല്ല ഓടിക്കുന്നത്. ഒരു ഇലക്ട്രിക് കാറിന് അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചെലവുകൾ, അത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഈ ലിഥിയം മൈനിങ് ഒക്കെ ഒരുപാട് അതിന് വരുന്നുണ്ട്. അപ്പോൾ ലൈഫുള്ള വാഹനങ്ങളാണ് ഇത്രയും കാലം കമ്പനികൾ ഇറക്കിയിരുന്നത്. ഇനി 15 കൊല്ലം പോലും ഓടാത്ത രീതിയിലുള്ള വാഹനങ്ങളാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്. കാരണം കമ്പനികൾക്ക് മനസ്സിലായി, ഗവൺമെന്റ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്. കാരണം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഒരു മാരുതി ഇപ്പൊ ഞാൻ കൂടുതലും മാരുതി വാഹനങ്ങളാണ് എന്റെ കയ്യിലുള്ളതുകൊണ്ട് പറയാണ്. ഒരു മാരുതിന്റെ ഒരു കാറ് പണ്ട് കാലത്ത് വാങ്ങിയിരുന്ന മാരുതി 800 എന്ന് പറഞ്ഞത് 30 വർഷം 40 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഓടുന്നുണ്ട്. അപ്പം കമ്പനി ഇപ്പോ ആ പഴയ വാഹനങ്ങളുടെ പാർട്സിന്റെ സപ്ലൈ ഒക്കെ കുറച്ചിട്ടുണ്ട്. കാരണം ഇനി അങ്ങനെ ഓടണ്ട എന്നൊരു തീരുമാനമാണെന്ന് തോന്നുന്നു. പല പാർട്സുകൾക്കും ഒരുപാട് വില കൂടിയിട്ടുണ്ട്. കാരണം മാരുതി 800ന്റെ ഹാഫ് എഞ്ചിന് 12,000 രൂപയ്ക്ക് ഒരു ഫുൾ അസംബ്ലി, അതായത് ഹെഡ് ഇല്ലാത്ത ഹാഫ് എഞ്ചിൻ മൊത്തം നമുക്ക് വാങ്ങാൻ കിട്ടുമായിരുന്നു. അത് എഞ്ചിൻ പണിയെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ 12,000 എന്നുള്ളത് 20ന്റെ മുകളിൽ പോയി എന്നാണ് എനിക്ക് അറിവ്. അത് മാത്രമല്ല പല പാർട്സുകളും ഇപ്പൊ പഴയ വാഹനങ്ങൾ അത് അവൈലബിൾ അല്ല. അത് പഴയ വാഹനങ്ങൾ അങ്ങനെ ഓടണ്ടാന്ന് കമ്പനികൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു വിഷയത്തില് നമ്മൾ പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, ഇത് ജനങ്ങൾ മുഴുവൻ ബ്രെയിൻ വാഷ് ചെയ്ത് ആയിട്ടുണ്ട്. അത് സക്സസ് ആയിട്ടുണ്ട്. പിന്നെ പ്രതികരിക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞു. കാരണം എല്ലാവരും ഇപ്പം മൊബൈലിന്റെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്തിനാ ഇപ്പൊ പഴയ വണ്ടി ഉപയോഗിക്കുന്നത്, നമുക്ക് പുതിയ വണ്ടി വാങ്ങിയാൽ പോരെ എന്നുള്ളത്. ഇതിൽ സാമ്പത്തികമായി വലിയൊരു അനീതി ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഒരു മാരുതിന്റെ കാര്യം തന്നെ പറയുകയാണ്. മാരുതി 800 എന്ന് പറഞ്ഞ ഒരു കാറാണെങ്കിൽ നമുക്ക് 25,000 രൂപ കൊടുത്താൽ ഒരു റണ്ണിങ് കാർ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു കാലം. ആ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് അയാളും അയാളുടെ 2 മക്കളും ഒക്കെ മഴയും വെയിലും കൊള്ളാതെ പോകാവുന്ന ഒരു കാലഘട്ടത്തിൽ ഈ 25,000 രൂപന്റെ കാറിന് പകരം അയാള് 7 ലക്ഷം 8 ലക്ഷം രൂപയ്ക്ക് പുതിയ അൾട്ടോ പോലുള്ള വാഹനങ്ങൾ വാങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിയുണ്ട്. അയാൾ EMI അടയ്ക്കേണ്ടി വരുന്നുണ്ട്. മറ്റേതാണ് EMI അടയ്ക്കേണ്ട, പെട്രോൾ അടിച്ച് ഇൻഷുറൻസ് അടച്ച് കൊണ്ടുനടന്നാൽ മതി. അതിന്റെ കൂടെ കേരളത്തിലെ കഴിഞ്ഞ സർക്കാർ വലിയൊരു അടി തന്നത് എന്താണെന്ന് വെച്ചാൽ 50% റോഡ് ടാക്സ് എക്സ്ട്രാ, അതായത് 10,000 രൂപ ഉള്ള വണ്ടി 15,000 രൂപയായിട്ട് എക്സ്ട്രാ. പണമില്ലാത്തതിനോണ്ടാണ് ആളുകള് പഴയ വാഹനം ഉപയോഗിക്കുന്നത്. അവനോട് കൂടുതൽ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ ഈ പൊല്യൂഷൻ കുറയോ? അവിടെയാണ് ആ ചോദ്യം. ആളുകൾക്ക് വരുമാനം വേണ്ടേ? വരുമാനം ഉള്ളവനല്ലേ EMI അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം വലിയൊരു അനീതി ഇതിന്റെ പുറകിലുണ്ട്. അതൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല, ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പം ഇതിന്റെ വേറൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഇങ്ങനെ പുതിയ വാഹനങ്ങൾ വാങ്ങാനും ഇതിനൊന്നും പണമില്ലാതെ ആകുമ്പോൾ ആളുകൾ വേറെ പല മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തും. നമുക്കിപ്പോ തന്നെ അറിയാം, പല ഇൻഫ്ലുവൻസർമാരും ഈ മയക്കുമരുന്ന് ഇങ്ങനത്തേലേക്കൊക്കെ പൈസ അവരുടെ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു വർണ്ണ ഇതായിട്ടുള്ള ജീവിതം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് വിൽപ്പനയും
അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു സാമ്പത്തിക അനീതിയും ഇതൊക്കെയാണ് ഈ പുതിയ വാഹനം വാങ്ങാൻ നിർബന്ധിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സൗജന്യമായിട്ട് വേണ്ട, സൗജന്യം എന്ന് ഇപ്പോൾ പറയാൻ പാടില്ല, നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അത് സമയത്തിന് കൃത്യമായിട്ട് എത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി തരികയാണെങ്കിൽ നമുക്ക് കാറും അല്ലെങ്കിൽ ഇതെടുത്ത് ഇറങ്ങേണ്ട ആവശ്യമില്ല. മിനിറ്റിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം കാറ് അല്ല ബസ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാരും ഈ കാറും എടുത്ത് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. നല്ല വൃത്തിയുള്ള എയർ കണ്ടീഷൻ ചെയ്ത ബസ് ഉണ്ടെങ്കിൽ സിറ്റിയിലൊക്കെ അത് ഉപയോഗിച്ചാൽ മതിയല്ലോ. പക്ഷെ അതൊന്നും ഇല്ലാതെ പുതിയ വാഹനങ്ങൾ വാങ്ങാനും അതിൽ നിന്ന് ടാക്സ് വാങ്ങാനും ആണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതില് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഗവൺമെന്റിന്റെ ലാഭം ഒരു വാഹനം ഇറങ്ങുമ്പോൾ ഗവൺമെന്റിന് കിട്ടുന്ന ലാഭത്തിനേക്കാൾ കുറവാണ് ഒരു വാഹനം ഇറങ്ങുമ്പോൾ മാനുഫാക്ചർക്ക് കിട്ടുന്നത്. ചെറിയൊരു കണക്ക് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ജിംനി വാങ്ങിയതിന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ വണ്ടിക്ക് 10 ലക്ഷത്തിൽ താഴെ വിലയുള്ളൂ. അതിന്റെ റോഡ് ടാക്സ് 2 ലക്ഷം രൂപ, GST 3,80,000 രൂപ, പിന്നെന്താണ് സെസ്, TDS എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പൈസ, മൊത്തം 16 ലക്ഷം രൂപ വണ്ടിക്ക് വില വരുന്നുണ്ട്. അപ്പോൾ അത്ര ലാഭമൊന്നും ഗവൺമെന്റിന് കിട്ടുന്ന അത്ര ലാഭമൊന്നും മാനുഫാക്ചർക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് കണക്ക് കൂട്ടി നോക്കി മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം ഇത് തുടർന്ന് തന്നെ പോകും. നമുക്ക് ഒരു നിമിഷം, നമുക്കൊരു രണ്ടാം ഭാഗം എന്തായാലും ആവശ്യമുണ്ട്. ഉടൻ തന്നെ നമ്മൾ ചർച്ചയിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. തിരിച്ചു വരാം.